നമ്മുടെ കേരളത്തിലെ PSC നിയമന ക്രമക്കേട് സംബന്ധിച്ച് പിൻവാതിൽ നിയമനം സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് വളരെ രൂക്ഷമായ ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഗുരുവായൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികകളിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു പരീക്ഷ നടത്തി. എന്നാൽ ഈ പരീക്ഷ നിലനിൽക്കത്തില്ലെന്നും അത് അവിടുത്തെ നിയമനത്തിനുള്ള അധികാരം ഗുരുവായൂർ ക്ഷേത്ര ഭരണസമിതിക്കാണെന്നും പറഞ്ഞ് അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് ശരിവെച്ചു. ഈ വിദ്യാർത്ഥികൾ അതിന് എതിരെ പരീക്ഷ എഴുതിയവർ സുപ്രീം കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ സർക്കാർ ഈ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ കക്ഷി ചേരുകയും ചെയ്തു. എന്നാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പിന്നെ കക്ഷി ചേർന്നതിൽ നിന്നും പിന്മാറി. ഇപ്പോൾ ഈ കുട്ടികൾ ഈ ദേവസ്വം മന്ത്രിയെ കണ്ട് ഇറങ്ങി നടക്കുകയാണ്. പക്ഷേ ദേവസ്വം മന്ത്രി പറയുന്നത് അത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് അത് നടത്താൻ അധികാരമില്ല, അവരാണ് നടത്തുന്നത്. ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളുടെയും നിയമനം നടത്തുന്നത് പൊതുവായിട്ടുള്ളതാണ്. ദേവസ്വം ഈ അമ്പലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ അവിടെ മാത്രമല്ല, ഈ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനവരാണ് നടത്തുന്നത്. അതെ, കോളേജുകളുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പല കോളേജുകളുണ്ട്, പമ്പ കോളേജൊക്കെ ഉണ്ട്. അതുപോലെ കോളേജുകൾ, സ്കൂളുകൾ, കേരളവർമ്മ കോളേജ് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇവിടുത്തെ മുഴുവൻ നിയമനത്തിൻ്റെ അധികാരം ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനാണ് എന്നാണ് ഈ ബോർഡ് രൂപീകരിച്ചപ്പോൾ സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിനൊരു മാറ്റം വന്നു എന്നുള്ള കാര്യം ആദ്യം അന്വേഷിക്കണം. അല്ല, ഇതിനകത്തൊരു വലിയ ദുരന്തം എന്താണെന്ന് അറിയാൻ, ഇത് 2023 ഈ പരീക്ഷ നടത്തുന്നത്. ഏതാണ്ട് ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ 38 തസ്തികകളിലേക്കായിട്ട് ഒരു 500-600 ഒഴിവുകൾ വരും. 1,00,000 പേരാണ് ഈ പരീക്ഷ എഴുതിയത്. പരീക്ഷ നടന്നു. 1,00,000 പേര് എഴുതി. ഇത് എഴുതിയതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാറാകുമ്പോഴാണ് താൽക്കാലിക ജീവനക്കാർ, അതായത് 10 വർഷത്തിന് മുകളിലായിട്ട് ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു ഇത് നടത്താൻ പാടില്ല. പക്ഷേ ഈ താൽക്കാലിക ജീവനക്കാർക്ക് ഗ്രേസ് മാർക്ക് സഹിതം കൊടുത്തുകൊണ്ടാണ് ഈ അപേക്ഷ ക്ഷണിച്ചത്. അവർക്ക് ഈ പരീക്ഷ എഴുതിയിട്ട് അവർക്ക് ഇതിൽ കയറാം. അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു. നേരത്തെ അതെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് മാർക്കിന് മേളിലുള്ളവർക്ക് ഗ്രേസ് മാർക്ക് അങ്ങനെയായിരുന്നു. അല്ല, കട്ട് ഓഫ് മാർക്കിൽ എത്താൻ വേണ്ടി ഗ്രേസ് മാർക്ക് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയായിരുന്നു. എന്നാൽ അവസാനം എന്ത് സംഭവിച്ചു? അവർക്ക് അതൊന്നുമില്ലാതെ പൂർണ്ണമായിട്ടും 10 മാർക്ക് ഗ്രേസ് മാർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തത്. അപ്പോൾ അങ്ങനെയെല്ലാം ചെന്നു. അങ്ങനെ എന്ന് ഈ ഹൈക്കോടതി ചെന്നപ്പോൾ ഇവർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചു 1978 ദേവസ്വം നിയമത്തിലെ ഒരു വകുപ്പാണ്. അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിയമനങ്ങൾ മുഴുവൻ അവിടുത്തെ ക്ഷേത്ര ഭരണസമിതിക്ക് നടത്താനാണ് അർഹത ഉണ്ടാവുക. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് അവിടുത്തെ ദേവസ്വം ഭരണസമിതിക്കാവും നടത്തുക. ക്ഷേത്ര ഭരണസമിതിക്കാണ് അത് നടത്താനുള്ള അനുമതി ഉണ്ടാകുന്നത് എന്ന് ഒരു ഉത്തരവുണ്ടായി. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലാകാത്തത്, അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ ഈ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്ന സ്ഥിതിക്ക് ആ ഉത്തരവ് ഇല്ലാതെയാവുകയില്ലേ? അതല്ല, കാരണം സർക്കാർ ഒരു ഉത്തരവിലൂടെയാണല്ലോ ഈ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അതെ. അപ്പം അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം വരുമ്പോൾ അതിലിത് ഉൾപ്പെട്ടിട്ടില്ല എന്നങ്ങനെ പറയാൻ പറ്റും. പക്ഷേ അത് വെച്ചിട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഇവരുടെ ഈ ഹർജി ഇവരുടെ ഹർജി അനുവദിച്ച് പരീക്ഷ സ്റ്റേ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്കും ഇൻ്റർവ്യൂ നടത്താനോ ആൾ നിയമിക്കാനോ ഈ സ്ഥാപനത്തിന് കഴിയില്ലല്ലോ. ഇല്ല. മാത്രമല്ല ഈ ഇത്രയും അവിടെ താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്ത് 10 വർഷം എന്നുള്ളത് സത്യമാണ്. അവരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്നാൽ ഈ പറഞ്ഞ ഈ ഉദ്യോഗാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെച്ചിട്ടാണ് എഴുതിയത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ 350 രൂപ മുതൽ 1000 രൂപ വരെയാണ് ഓരോ വിഷയത്തിനും ഒരു ഫീസായിട്ട് വാങ്ങിയിരിക്കുന്നത് ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? കാശ് വാങ്ങിച്ചിട്ടല്ലേ ഇവരെ ടെസ്റ്റ് എഴുതാൻ വിട്ടിരിക്കുന്നത്? അതെ, അവരെ കാശ് വാങ്ങി ടെസ്റ്റ് എഴുതി അതിൻ്റെ വാല്യുവേഷനും കഴിഞ്ഞു, റാങ്ക് പട്ടികയും നിലവിൽ വന്നു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് പറയാമായിരുന്നല്ലോ ഇത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടാണ്. അന്നേ കോടതി പോകാമായിരുന്നല്ലോ. ഇത്രയും മനുഷ്യർ പൈസ മുടക്കി ടെസ്റ്റ് എഴുതി ലിസ്റ്റും പുറത്തു നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർ പറ്റൂല എന്ന് പറയുന്നത് എവിടത്തെ ആണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനകത്തെ രസം എന്താണെന്ന് വെച്ചാൽ ഈ അന്ന് ഇവർ ഹൈക്കോടതി പോയി കഴിഞ്ഞ് ഇത് ഹൈക്കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളെല്ലാം ചേർന്ന് അവരെല്ലാം അസോസിയേഷൻ ഉണ്ടാക്കി പിരിവെടുത്ത് അവർ ഇവിടെ പോയി സുപ്രീം കോടതി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. അതിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേർന്നു. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കക്ഷി ചേർന്ന് സർക്കാരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഇത്തവണ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, ദേവസ്വം മന്ത്രിയായിട്ട് കെ മുരളീധരൻ വരികയും ചെയ്തതിന് പിന്നാലെ എന്ത് ചെയ്തു? ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ നിന്നും കേരള സർക്കാർ പിൻവാങ്ങും. ഞങ്ങൾ ഇന്ന് പിൻവാങ്ങും എന്ന് പറഞ്ഞ് അവർ പിൻവാങ്ങുന്നു. ഇനിയിപ്പോൾ ഇത് മുഴുവൻ നടത്തേണ്ട, ഈ കേസ് മുഴുവൻ നടത്തേണ്ട ചുമതല ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ തലയിൽ വന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഒരു കേസ് നടത്തണമെങ്കിൽ എത്ര രൂപ എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അവരവരുടെ കയ്യിൽ നിന്ന് ഇതെടുത്താണ്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കേസിന് പോയിരിക്കുന്നത് കോൺഗ്രസ് യൂണിയനിൽപ്പെട്ട ആൾക്കാരാണ്. കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് ഇതിന് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ദേവസ്വം മന്ത്രിയെ ചെന്ന് കണ്ടു. കെ മുരളീധരനെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഈ ദേവസ്വം ഭരണസമിതിയുടെ നിയമം അനുസരിച്ച് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ അതിനകത്ത് ഇടപെടാൻ അധികാരമില്ല എന്നുള്ളൊരു നിലപാടിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഇവർ ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറയുന്നത് പിൻവാതിൽ നിയമനത്തെ എതിർത്ത് സുതാര്യമായ റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് നമ്മുടെ UDF സർക്കാർ. ഒന്ന് ആലോചിച്ചു. അല്ല, ഈ പല കാര്യങ്ങളിലും ഇവരെന്തൊക്കെയാണോ പറഞ്ഞതിൻ്റെ വിപരീതമായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. പിണറായി സർക്കാർ ഇവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നും ഈ ചേട്ടനും അനിയനുമാണ് ഒക്കെ ചങ്ങായിമാരാണ് ഇവർ രണ്ടുപേരും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ നേരത്തെ പല ചർച്ചകളും പറയുന്നത് പോലെ ഈ LDF സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ച അനധികൃത നിയമനങ്ങൾ പലരും പിരിച്ചുവിടാൻ പോലും തയ്യാറാവുന്നില്ലല്ലോ. പല സ്ഥലങ്ങളിൽ അവരവിടെ ഇരുന്നോട്ടെ എന്നല്ലേ പറയുന്നത്, കഷ്ടമല്ലേ പിരിച്ചുവിടുന്നല്ലേ പറയുന്നത്. ഇന്നലെ വലിയ ബഹളം റാന്നി താലൂക്ക് ആശുപത്രി, അതായത് അവിടെ ഉണ്ടായ താൽക്കാലിക ജീവനക്കാരെ ഒന്നടങ്കം പിരിച്ചുവിട്ടു. പഞ്ചായത്താണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഇത് പിരിച്ചുവിട്ട് എന്തിനാണ് പിരിച്ചുവിട്ടതിൻ്റെ പേരിൽ CPM അവിടെ ഭയങ്കര ബഹളവും സമരമായിട്ട്. താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുന്നത് താൽക്കാലിക സ്റ്റാഫുകൾ തന്നെയാണ്. അത്രയേ ഉള്ളൂ. അവർക്ക് 179 ദിവസത്തേക്കാണ് അവരെ നിയോഗിക്കുന്നത്. പക്ഷേ LDF സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരേ തസ്തികയിൽ ഇവർ തന്നെ തുടർന്നു പോരുകയാണ്. ഈ താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കിട്ടണ്ടേ, അവസര സമത്വം വേണ്ടേ? ഒരു തവണ കിട്ടുന്ന ആളെ മാറ്റി നിർത്തിയിട്ട് അടുത്ത തവണ വേറെ ആളെ എടുക്കണമല്ലോ. പാർട്ടി ഓഫീസിൽ ലിസ്റ്റ് കൊടുത്തിട്ടല്ലേ ആളെടുക്കും. അതെ, അപ്പോൾ ഇവരെ തന്നെ തുടർന്ന് പോയി. ഇത് ചോദിക്കാനും പറയാനും ആരില്ല. ഈ താൽക്കാലിക ജീവനക്കാരുടെ ഒഴിവ് വരുമ്പോൾ 179 ദിവസം കഴിയുമ്പോൾ വിജ്ഞാപനം ക്ഷണിച്ച് പുതിയ ഇൻ്റർവ്യൂ നടത്തണമെന്നുണ്ട്. ഇതൊന്നും ചെയ്യത്തില്ല. ഇത് നേരെ അവരെ തന്നെ വീണ്ടും അങ്ങ് തുടർച്ചയായിട്ട് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരെ വലിയ സമരം നടത്തുന്ന ഇവരുടെ വലിയ ഫേസ്ബുക്ക് പോസ്റ്റും വാർത്തയും ഒക്കെ വന്നു. അതിനടിയിൽ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ മൊത്തം ആൾക്കാരും കമൻ്റ് ഇട്ടിരിക്കും. മുഴുവൻ ആൾക്കാർ 10 വർഷം സൂചിച്ചില്ലേ, നീ അങ്ങോട്ട് മാറിയില്ല, വേറെ വല്ലവരും കയറട്ടെ എന്ന് പറഞ്ഞാൽ തുല്യ നീതി കിട്ടട്ടെ. അതാണ്, അല്ലെങ്കിൽ പഠിച്ചെഴുതി ഇവരെടുക്കണം, അതാണ് വേണ്ടത്. എന്തായാലും അങ്ങനെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പം ഈ കുട്ടികൾ തൃശങ്കുവിലാണ്. ഇന്നലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ നിങ്ങളെ എടുക്കില്ല, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് ഇതിനകത്ത് അധികാരമില്ല. എന്നപ്പോൾ എന്തിനാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്? പഴയതുപോലെ അതാ ദേവസ്വം ബോർഡ് നടത്തി ഇങ്ങനെ സ്ഥാപനം നടത്തി ഒരു വലിയ ഓഫീസ്, തിരുവനന്തപുരത്ത് വലിയ ഓഫീസുണ്ട്, വാഹനമുണ്ട്, അതിൻ്റെ ചെയർമാൻ വാഹനവും എല്ലാ സംവിധാനങ്ങളും ഉള്ളതല്ലേ. അതിൻ്റെ ആവശ്യമില്ല. അംഗങ്ങൾക്ക് സിറ്റിംഗ് ഫീയും അവർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. എന്ത് പ്രസക്തി? ഓരോ ദിവസവും സ്വയം തീരുമാനിച്ചാൽ അങ്ങനെ അങ്ങ് എടുക്കുക. അവർക്ക് പിൻവാതിൽ കൂടെ ധാരാളമായിട്ട് നിയമിക്കാം. ഇപ്പം ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് യൂണിയനിൽപ്പെട്ട ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ജോലി വേണം, അത് അവർ കൊടുക്കും. അതിനുവേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലായത്. എന്താണെങ്കിലും ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ കണ്ണുനീര് വീഴുന്ന ഒരു പരിപാടിയാണ്. ഇത് കാണാതെ പോയതാണ് പിണറായി സർക്കാരിൻ്റെ പതനത്തിന് കാരണമായത്. മുരളീധരൻ ഉൾപ്പെടുന്ന സതീശൻ സർക്കാരും ഇതേ രീതി മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീടാവും നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക.